ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം BBA ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിവറേജ് വരെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വാട്ട് ഈസ് ലിവറേജ് ആൻഡ് അതിൻ്റെ ടൈപ്സ് ഓഫ് ലിവറേജ്, പിന്നെ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മേ ബി ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. ഇതിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്, പക്ഷേ ഞാൻ പ്രോബ്ലം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളത് വേറെ കോളേജിൽ നിന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് നിങ്ങൾ ഒന്നുകിൽ വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, കോളേജ് ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കുകയോ ചെയ്യണം. അല്ലാണ്ട് നമുക്കിത് പഠിക്കാൻ കഴിയില്ല. ജസ്റ്റ് ഒരു വീഡിയോയുടെ ഹെൽപ്പോട് കൂടി മാത്രം നമുക്ക് എന്തായാലും ഐ തിങ്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്നൊക്കെ ടെക്സ്റ്റ് വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ നോക്കി എഴുതിയെടുക്കുക, എന്തെങ്കിലും ചെയ്യാം. നോട്ട്സ് എന്തായാലും ഉണ്ടായിരിക്കണം, ടെക്സ്റ്റ് അല്ലെങ്കിൽ നോട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ലിവറേജ് എന്താണെന്ന് നോക്കാം. ജനറലി ദ ടേം ലിവറേജ് മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇന്റർറിലേറ്റഡ് വേരിയബിൾസ്. ദസ് വേരിയബിൾ മേ ബി കോസ്റ്റ്, ഔട്ട്പുട്ട്, സെയിൽസ് റവന്യൂ, EBIT, EPS എക്സെട്ര. അതായത് രണ്ട് ഇൻ്റർറിലേറ്റഡ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്, ലിവറേജ് എന്ന് പറയുന്നത്. ആ വേരിയബിൾസ് മേ ബി എന്തായിരിക്കാം, ഔട്ട്പുട്ട് ആയിരിക്കാം, കോസ്റ്റ് ആയിരിക്കാം, സെയിൽസ് റവന്യൂ ആയിരിക്കാം, EBIT ആയിരിക്കാം, EPS ആയിരിക്കാം. ഓക്കെ, ലിവറേജ് റിഫേഴ്സ് ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ കറസ്പോണ്ടിങ് ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. അതായത് ഏതെങ്കിലും ഇപ്പോൾ രണ്ട് വേരിയബിൾ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് വേരിയബിളിൽ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂവിൽ വന്ന മാറ്റം, ഓഫ് കോഴ്സ് അതെന്തായാലും മറ്റേ വേരിയബിൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്താകും, ഒരു ചേഞ്ച് വരുന്ന പറയുന്നത്. അതായത് ഇപ്പോൾ കോസ്റ്റും ഔട്ട്പുട്ടും ആണ് രണ്ട് വേരിയബിൾ എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഓഫ് കോഴ്സ് അതേപോലെ തന്നെ കോസ്റ്റിലും മാറ്റം വരും. അതിനാണ് എന്ത് പറയുന്നത്, ലിവറേജ് എന്നുകൊണ്ട് പറയുന്നത് കേട്ടോ. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റിനും വരാൻ സാധ്യതയുണ്ട്, 5 മാർക്സിൻ്റെ ക്വസ്റ്റിനും വരാം. Okay, in financial management, the term leverage is used in specific sense. Hence, it means that by use of certain fixed cost, the firm increases manifold or levers up its profitability. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ്, ഈ ലിവറേജിന് മറ്റൊരു പേരാണ് ഗിയറിങ്. അപ്പോൾ വാട്ട് ഈസ് ഗിയറിംഗ് എന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് എഴുതണം, ഈ ഒരു ഇത് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ലിവറേജ് നോക്കാം. അതിൽ നമുക്ക് 3 തരത്തിലുള്ള ലിവറേജാണ് വരുന്നത്. ഫസ്റ്റത്തെ ഫിനാൻഷ്യൽ ലിവറേജ്, പിന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, നമുക്ക് 3 ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ടായിരുന്നു. പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ. റിപ്പീറ്റ്ലി പറയുകയാണ്, ഞാൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം എനിക്കറിയില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പണായിട്ട് പറയാമല്ലോ, അതുകൊണ്ടാണ്. എനിക്കിനി അതിരുന്ന് പഠിക്കാനുള്ള ടൈമില്ല. ഞാൻ തിയറിനെ ഞാനങ്ങ് തീർക്കുകയാണ് എങ്ങനെയൊക്കെയോ. അപ്പോൾ ഇനി പ്രോബ്ലം കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. Anyway, financial leverage. Companies use money to make money. They borrow additional funds. The use of borrowed money to make more money is called financial leverage. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പണം എറിഞ്ഞ് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു രീതി നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാകും. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊക്കെ നമ്മൾ ഈ ഓൺലൈൻ വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഓൺലൈൻ വർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തിട്ട് അത് നമ്മൾ എന്തെങ്കിലും ID എടുക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആയി ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പണം കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കമ്പനീസ് യൂസ് മണി ടു മേക്ക് മണി. അതായത് പണം ഉപയോഗിച്ച് കൊടുത്തിട്ട് പണം ഉണ്ടാക്കുക, അതാണ് അത് പറയുന്നത്. ദ ബോറോ അഡീഷണൽ ഫണ്ട്സ്, അതായത് അഡീഷണലായിട്ട്, അതായത് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വേണം. അത് ഓക്കെ, അത് നമുക്ക് ഒരു കമ്പനിയുടെ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് 10 ലക്ഷം രൂപ. അത് പോരാത്തത് ഇനിയും ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലായിട്ട് ഇനിയും ഫണ്ട് യൂസ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ദ യൂസ് ബോറോഡ് മണി ടു മേക്ക് മോർ മണി ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇറ്റ് ഈസ് സോ കോൾഡ് ബിക്കോസ് ദി ലോൺ ആക്ട് ലൈക്ക് എ ലിവർ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ 10 ലക്ഷം രൂപ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 10 ലക്ഷം രൂപ ചിലപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഒപ്പിച്ചിട്ടുണ്ടാവുക, ഓണേഴ്സ് തന്ന ഫണ്ട്, ക്യാപിറ്റലായിട്ട് അവർ തന്ന എമൗണ്ട്, പിന്നെ നമ്മൾ മേ ബി ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്ത് എങ്ങനെയൊക്കെ ഒരു 10 ലക്ഷം രൂപ ഒപ്പിച്ചു. അതിന് പുറമെ ഇനിയും നമുക്ക് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡീഷണലായിട്ട് ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ ആ ഫണ്ട് നമുക്ക് 10 ലക്ഷം രൂപ പിന്നെയും നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മൾ ഓഫ് കോഴ്സ് ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ലിവറായിട്ട് നിൽക്കുന്നത് എന്താണ്, ലോൺ ആക്ട് ലൈക്ക് എ ലിവർ. ലോണാണ് ഇവിടെ എന്തായിട്ട് നിൽക്കുന്നത്, ലിവറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇഫ് എ ഫേം യൂസസ് ഡെപ്റ്റ് ഓർ പ്രിഫറൻസ് ക്യാപിറ്റൽ ഓർ ബോത്ത്, ഇറ്റ് ഹാസ് ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ദ ഫേം ഈസ് ലിവറേജ്ഡ് ഫേം. അപ്പോൾ അവിടെ എന്താ, ഒന്നുകിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഡെപ്റ്റ് പറയുമ്പോൾ ബാങ്ക് ലോൺ, അല്ലാന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇത് രണ്ടും. ഇതാണ് ഇവിടെ എന്താകുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് ആവുന്നത്. ഇത് യൂസ് ചെയ്യുന്ന ഫേം എന്തായിരിക്കും, ലിവറേജ്ഡ് ഫേം ആയിരിക്കും. ഓക്കെ, ഇഫ് എ കമ്പനി ഡസ് നോട്ട് യൂസ് ഡെപ്റ്റ് ഓർ പ്രിഫറൻസ് ക്യാപിറ്റൽ, ഇറ്റ് ഹാസ് നോ ലിവറേജ്ഡ് ആൻഡ് ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഫ്രീ ഫേം. അതായത് ഒരു കമ്പനി ഈ പറയുന്ന പോലെ ഡെപ്റ്റോ പ്രിഫറൻസ് ക്യാപിറ്റലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, നോ ലിവറേജ്, അങ്ങനത്തെ ലിവറേജ് ഒന്നും വരുന്നില്ല. ഇറ്റ് ഈസ് ആൻ ഓൾ
ഇറ്റ് ഈസ് ആൻ ഓൾ ഇക്വിറ്റി. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർസ് മാത്രം. അതായത് ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് മാത്രമേ ഉള്ളൂ. ഡെപ്റ്റ് ഫ്രീ ഫേം. അതായത് ഡെപ്റ്റിൽ നിന്ന് എന്താണ്, കമ്പനി ഫ്രീ ആണ്. കാരണം ഒരു ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻറ്റ് കൊടുക്കേണ്ട, ഫിക്സഡ് എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട, ഫിക്സഡ് എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ട, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫേം എന്താണ്, ഇതൊന്ന് ഫ്രീ ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതെന്താ, പണം കൂടുതൽ അഡീഷണൽ ആയിട്ട് ഫണ്ട് യൂസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുക. ആ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഇതുണ്ടല്ലോ, അത് നിങ്ങൾ കാണാണ്ട് പഠിക്കുക, മനസ്സിലാക്കി വയ്ക്കുക, നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്യുക. ഓക്കെ, നമുക്ക് മീനിങ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യും, കാരണം ടെക്സ്റ്റിൽ കൊടുത്തതല്ലേ. എനിവേ, debentures, long-term loans and preference shares are fixed charges securities. The rate of interest on debt is fixed. It has to be paid irrespective of the amount of earnings. അതായത് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിനൊക്കെ ഒരു ഫിക്സഡ് ചാർജ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഡിബഞ്ചേഴ്സിനാകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഡിവിഡൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിനാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻറ്റ് കൊടുക്കണം. ലോണിനാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഈസ് ഫിക്സഡ്. അത് നമ്മൾ കൊടുക്കേണ്ട അതിൻ്റെ എന്ത് ഫിക്സഡ് ആയിരിക്കും. ഇറ്റ് ഹാസ് ടു ബി പെയ്ഡ് റെസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് ഓഫ് ദി ഏർണിങ്സിന് ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. സിമിലർലി ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഈസ് ഓൾസോ ഫിക്സഡ്. ഹൗ എവർ ഇറ്റ് ഈസ് പെയ്ഡ് ഓൺലി വെൻ ദി കമ്പനി ഏൺസ് പ്രോഫിറ്റ്. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ എമൗണ്ടൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടത്. ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സഡ്. അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻറ്റ് എന്തല്ല, അവിടെ ഫിക്സഡ് അല്ല. അത് വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. മേ ബി ഈ മന്ത്ലി കൂടി വരാം, അല്ലെങ്കിൽ ഈ മന്ത് കുറഞ്ഞെന്ന് വരാം, അല്ലെങ്കിൽ ഒരേ എമൗണ്ട് ആയി എന്ന് വരാം. അപ്പോൾ അവിടെ എന്തല്ല, ഫിക്സ്ഡ് എമൗണ്ട് അല്ല ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഓൺലി ദ റെസിഡൻഷ്യൽ പ്രോഫിറ്റ് ഈസ് പെയ്ഡ് ആസ് ഇക്വിറ്റി ഡിവിഡൻറ്റ്. റെസിജ്വൽ പ്രോഫിറ്റ് മീൻ പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. ഇപ്പോൾ മേ ബി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാട്ടോ. റെസിജ്വൽ പ്രോഫിറ്റ് എന്താണ്, അതെന്താ, പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ്, പ്രിഫറൻസ് ഡിവിഡൻറ്റിനൊക്കെ ശേഷമുള്ള പ്രോഫിറ്റിനെയാണ് എന്ത് പറയുക, റെസിജ്വൽ പ്രോഫിറ്റ് എന്ന് പറയാം. വെൻ ദ റേറ്റ് ഓഫ് ഏർണിങ്സ് ഈസ് ഹയർ ദാൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്, ദർ ഈസ് ഇൻക്രീസ് ഇൻ ഏർണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ. ദിസ് ഇമ്പാക്ട് ഓഫ് ഫിക്സഡ് ചാർജ് സെക്യൂരിറ്റീസ് ഓൺ ഏർണിങ്സ് പെർ ഷെയർ ഈസ് ദി റിസൾട്ട് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. Thus, financial leverage is defined as the firm's ability to use fixed financial charges to magnify the effect of charges in earnings before interest and tax on firm earning per share. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഫേമിൻ്റെ എബിലിറ്റിനെയാണ് പറയുന്നത്. അതായത് അതിൽ വരുന്ന പ്രോഫിറ്റ് എങ്ങനെ ആഫ്റ്റർ ദി എഫക്റ്റ്, അതായത് നമ്മുടെ എല്ലതും അടച്ചു കഴിഞ്ഞതിന് ശേഷം, ടാക്സും ഇൻട്രസ്റ്റും എല്ലതും അടച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഒരു ഇതുണ്ടല്ലോ, ഏണിങ്സ്, ആ ഒരു കമ്പനിയുടെ, അതിനെയാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ദ ഫിനാൻഷ്യൽ ലിവറേജ് അനലൈസസ് ദി എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ലിവറേജ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് എന്താണെന്ന് എഴുതിയാൻ പറഞ്ഞാൽ ആദ്യം ഇതെഴുതുക. ആദ്യം നിങ്ങൾക്ക് എഴുതാം. ഇത് ഐ തിങ്ക് ഇത് മോർ ഈസി, പഠിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ ഞാൻ മേ ബി BBA ആയിരിക്കുമെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് എഴുതുക. അതിനുശേഷം പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ദ ഫിനാൻഷ്യൽ ലിവറേജ് അനലൈസിസ് ദ എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഈ ഒരു വരി, ഇത് മുതൽ ഇതുവരെ നിങ്ങളങ്ങ് പഠിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു 2 മാർക്സ് അല്ല 5 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് എഴുതുക. എന്നിട്ട് ബാക്കി അഡീഷണൽ ആയിട്ട് ഇമ്പോർട്ടൻസ് സബ്ജക്ട്സ് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അപ്പോൾ ഐ തിങ്ക് ഇത് കുഴപ്പമില്ല. എന്നാലും ഇത് ഈസ് മോർ ഈസി ആൻഡ് ഇതും കൂടെ അഡീഷണൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഓക്കെ. നമുക്ക് നെക്സ്റ്റ്, ഡ്യൂ ടു ദ യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ബിയറിംഗ് സോഴ്സ് ഈസ് ക്യാപിറ്റൽ, ദസ് ഫിനാൻഷ്യൽ ലിവറേജ് arises when a firm employs combination of equity capital and fixed charges securities its capital structure. In short, using fixed capital with the equity share capital is also known as financial leverage. അതായത് ഫിക്സഡ് കോസ്റ്റൽ ക്യാപിറ്റലിൻ്റെ കൂടെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ലിവറേജ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സുഖമായിട്ടുള്ളതല്ലേ, ലൈക്ക് പഠിക്കാൻ വലിയ ടാസ്ക് ഒന്നും കൊടുക്കണ്ട. അതായത് ഓർത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് മൈൻഡിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനത്തെ മൈൻഡിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് വെക്കുക കേട്ടോ. ഇതെന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഇതുണ്ടല്ലോ, ഇതും പഠിച്ച് വയ്ക്കുക. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു തന്നിട്ടുള്ള ഇവിടെ ഇതും പഠിച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ച് വെക്കുക കേട്ടോ. മേ ബി വാട്ട് ഈസ് ക്യാപിറ്റൽ ലിവറേജ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പാരഗ്രാഫ് ഈ ഒരു ലൈൻ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. ഫിനാൻഷ്യൽ ലിവറേജ് രണ്ടെണ്ണമാണുള്ളത്, ഫേവറബിളും ഉണ്ട് അൺഫേവറബിളും ഉണ്ട്. ഇഫ് ദ ഏർണിംഗ് ബൈ ദി യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ഈസ് മോർ ദാൻ ദർ ഫിക്സഡ് കോസ്റ്റ് ഈസ് നോൺ ആസ് ഫേവറബിൾ ലിവറേജ്. അതായത് ഫിക്സഡ് കോസ്റ്റിൻ്റെ റവന്യൂ ഫിക്സഡ് കോസ്റ്റിൻ്റെ എക്സ്പെൻസിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ്, ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് is also known as trading on equity if the firm's earnings are less than the cost of borrowed funds.
അതായത് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജിന് നമ്മൾ പറയുന്നത് എന്താണ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നും ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് അറിയപ്പെടുന്നുണ്ട്. ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനിയുടെ ഏണിങ്സ് അതിൻ്റെ എക്സ്പെൻസിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ്പെൻസ് ഇൻകത്തിനേക്കാൾ കൂടുതൽ, ഏണിങ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ മറ്റൊരു പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അപ്പോൾ മേ ബി വാട്ട് ഈസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണേ. ഇഫ് ദ ഫേംസ് ഏർണിംഗ്സ് ആർ ലെസ് ദാൻ ദി കോസ്റ്റ് ഓഫ് ബൊറോഡ് ഫണ്ട്സ് ഈസ് കോൾഡ് അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. ദ അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് കനോട്ട് ബി ടേംഡ് ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആയിട്ട് എന്തെങ്കിലും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതെഴുതണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇതുണ്ടല്ലോ ഇവിടെ, ഇതെഴുതണം, പിന്നെ ഇതെഴുതണം, പിന്നെ ഇത് കംപ്ലീറ്റ് എഴുതുക കേട്ടോ. അപ്പോൾ മേ ബി 5 മാർക്സ് ഒക്കെ കിട്ടിയെന്ന് വരാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പാക്റ്റ് ഓർ എഫക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എഫക്റ്റ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഏർണിംഗ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിംഗ്സിൽ വരുന്ന മാറ്റം. ദി എഫക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഓൺ ദി ഷെയർ ഹോൾഡേഴ്സ് ഏർണിംഗ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EBIT on the one hand and the amount of fixed charges on the other. If a company's rate of earnings is higher than the rate of fixed charges, the financial leverage has positive or favorable impact on EPS. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ്, അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ത് ചെയ്യും, അന്ന് ഇൻക്രീസ് ആകും, കുറച്ചധികം പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങും. അതാണ് എഫക്റ്റ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഏർണിങ്സ് എന്ന് പറയുന്നത്. പിന്നെ എഫക്റ്റ് ഓൺ ഫിനാൻഷ്യൽ റിസ്ക്, ഐ തിങ്ക് ഇവിടെ റിസ്ക് കൂടുകയും ചെയ്യും, അതല്ല സംടൈംസ് എന്ത് ചെയ്യും, ഡിക്രീസ് ആവുകയും ചെയ്യും. വിത്ത് ദ പ്രസൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഈസ് മോർ ദാൻ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. അതായത് EPS ചേഞ്ച് ആകുമ്പോൾ ഓഫ് കോഴ്സ് EBIT അവിടെ എന്താകും, ചേഞ്ച് ആകും. ദസ് വിത്ത് ദ യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ആകും. ഫിനാൻഷ്യൽ റിസ്ക് മീൻസ് ദ ഫേംസ് ഇൻഎബിലിറ്റി ടു കവർ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ്. ഓക്കെ, അതെന്താ പറയുകയെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ യൂസ്, അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ റിസ്ക്കും എന്താകും, ഇൻക്രീസ് ആകും. അതാണ് എഫക്റ്റ് ഓൺ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ച് വെക്കുക കേട്ടോ. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് എഫക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യൻ വരില്ല എന്ന്, പക്ഷേ ആ ഭാഗത്ത് നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, കാരണം യൂണിവേഴ്സിറ്റിയുടെ കാര്യമുണ്ട്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അൺപ്രിഡിക്റ്റബിൾ ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓർ യൂട്ടിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഇതും മേ ബി ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പ്ലാനിംഗ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് കൺസേൺഡ് വിത്ത് ജുഡീഷ്യസ് ബാലൻസ്ഡ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഫോർ ദിസ് ആൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഡിറ്റർമൈൻഡ്. അതായത് ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് പറയാം. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ജുഡീഷ്യസ് ബാലൻസ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയുടെ ഒരു ജുഡീഷ്യസ് ബാലൻസിനെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അതുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് പ്രോഫിറ്റ് പ്ലാനിങ്. ഫിനാൻഷ്യൽ ലിവറേജ് എഫക്റ്റ് EBIT ഓർ EPS. The concept of financial leverage is important for profit planning. Profit planning requires careful analysis of various possible levels of sales and resultant profitability. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പ്രോഫിറ്റ് പ്ലാനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് പ്രോഫിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കെയർഫുൾ ആയിട്ടുള്ള അനാലിസിസിനൊക്കെ ആവശ്യമാണ്. കെയർഫുൾ അനാലിസിസ് ഓഫ് വാരിയസ് പോസിബിൾ ലെവൽസ് ഓഫ് സെയിൽസ് ആൻഡ് റിസൾട്ട് ഓഫ് പ്രോഫിറ്റബിലിറ്റി. അതായത് നമ്മളിപ്പോൾ ഒരു സെയിൽസിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ സെക്കൻഡ്സ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലാണ് തോന്നുന്നുണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോ ഘട്ടത്തിൻ്റെയും കെയർഫുൾ ആയിട്ടുള്ള അനാലിസിസിന്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി നോക്കാനൊക്കെ ഫിനാൻഷ്യൽ ലിവറേജിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഞാൻ ബ്രാക്കറ്റിലിട്ടത് എഴുതി വയ്ക്കുക, പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻക്രീസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് ഇൻകം. ഹയർ ഡിവിഡൻസ് ക്യാൻ ബി ഡിക്ലെയർഡ് ഇൻ ദി കേസ് ഓഫ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് ഈ ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം നമുക്ക് കിട്ടുന്ന ഒരു ഏണിങ്സ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ, അതിനെയാണ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഹയർ ഡിവിഡൻഡ് പേ ചെയ്യാൻ കഴിയും. ഹയർ ഡിവിഡൻഡ് ക്യാൻ ബി, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഹയർ ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയും. അത് കൊടുക്കുന്നത് വഴി ഫേമിൻ്റെ ഗുഡ് വില്ല് ഇൻക്രീസ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, ഇൻക്രീസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് ഇൻകം. പിന്നെ മെഷർമെൻറ്റ് ഓഫ് റിസ്ക്. എ ഹൈ ഡിഗ്രി ഫിനാൻഷ്യൽ ലിവറേജ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി കമ്പനി ഈസ് വർക്കിംഗ് അണ്ടർ വെരി ഹൈ റിസ്കി സിറ്റുവേഷൻ. അതായത് ഒരു ഹൈ ഡിഗ്രി ഫിനാൻഷ്യൽ ലിവറേജിലാണ് കമ്പനി വർക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഹൈ റിസ്കി സിറ്റുവേഷൻ ആയിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡബിൾ എഡ്ജ്ഡ് സ്വാഡ്. ഇങ്ങനെ സെക്കൻഡ് ഇൻക്രീസ് റിസ്ക് എന്ന് പറയുമ്പോൾ ദ ഇൻക്രീസ് ഇൻ ഡെപ്റ്റ് ഇൻക്രീസ് ഇൻ ദ ഫിനാൻഷ്യൽ റിസ്ക് ഓൾസോ. അതായത് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ റിസ്ക്കും എന്ത് ചെയ്യും, ഓഫ് കോഴ്സ് അത് ഇൻക്രീസ് ചെയ്യും. ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ഫർദർ ഡെപ്റ്റ്സ് ദ കമ്പനി ഹാസ് ടു ഓഫർ എക്സ്ട്രാ സെക്യൂരിറ്റീസ് ആൻഡ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് റിസ്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളവിടെ എക്സ്ട്രാ സെക്യൂരിറ്റീസും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് അവർക്ക് പേ ചെയ്യേണ്ടി വരും. പിന്നെ ബെനിഫിഷ്യൽ ഓൺലി ടു കമ്പനീസ് ഹാവിങ് സ്റ്റേബിൾ ഇൻകം. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ബെനിഫിഷ്യൽ ഓൺലി ടു ദ കമ്പനീസ് ഹാവിങ് സ്റ്റേബിൾ ആൻഡ് റെഗുലർ ഏർണിങ്സ്. അതായത് ഒരു റെഗുലറായിട്ട് ഏർണിങ്സ് ഉള്ള കമ്പനീസിന് മാത്രമേ ഈ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞുള്ള ഒരു ഇത് നടക്കത്തുള്ളൂ. കാരണം എന്താ, നമ്മൾ ഡെപ്റ്റേഴ്സിന് അതുപോലെ തന്നെ ബാങ്കിന് പിന്നെ പ്രിഫറൻസ് ഷെയർസിനൊക്കെ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡിവിഡൻ്റ് ആയിട്ട് പേ ചെയ്യണം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഓഫ് കോഴ്സ് അത് മന്ത്ലി നമ്മളത് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു പേ ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ഈ ഒരു പരിപാടി നടക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ റെസ്ട്രിക്ഷൻ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ഇമ്പോസസ് റെസ്ട്രിക്ഷൻ ഓൺ കമ്പനീസ് ഇൻ വിച്ച് ഹാവ് ഹൈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് ഹൈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. എല്ലാ പോയിന്റ്സും പഠിച്ചു വയ്ക്കുക, നിങ്ങളുടെ പറ്റുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് EBIT EPS അനാലിസിസ്. കോൺസെപ്റ്റ് ഓഫ് EBIT EPS അനാലിസിസ്. In simple words, EBIT EPS analysis examine the effect of financial leverage on the EPS with the varying levels of EBIT or under alternative financial plans. അതായത് നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലിവറേജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാനുകൾ നമ്മളതിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ വേരിയേഷൻസ്, അതുപോലെ തന്നെ EBITയിൽ വരുന്ന വേരിയേഷൻസ്, EPSയിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് EPSയിൽ, അത് എക്സാമിൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, EBIT EPS അനാലിസിസ് എന്ന് പറയുന്നത്. EBIT EPS അനാലിസിസ് ബേസിക്കലി ഇൻവോൾവ്സ് ദ comparative study at different levels of EBIT of various alternative financial plans. Okay, നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് EBIT EPS അനാലിസിസ്. അതിൻ്റെ ഡിഫറെൻറ്റ് ബേസിക് ഫീച്ചേഴ്സ് ആണ്. ഇഫ് ദ അസറ്റ്സ് ഫിനാൻസ്ഡ് വിത്ത് ദ യൂസ് ഓഫ് ഡെപ്റ്റ് yield a return greater than the cost of capital, EPS increase without an increase in owner's equity. Companies with a high level of EBIT can make profitable use of the high degree of leverage to increase the EPS. When the rate of return on total asset is less than cost of debt, EPS would fall with the degree of leverage. If the company increases its debt beyond a point, the EPS will continue to rise, but the value of the shares will fall because of greater exposure of shareholders to financial risk. One very important factor on which the variability of EPS depends is the growth and stability of sales. EPS fluctuates with the fluctuations in sales. ആക്ച്വലി ഇത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കാണാണ്ട് പഠിക്കാൻ പറ്റുന്നത് കാണാണ്ട് പഠിക്കുക. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി പഠിക്കാം. എനിക്കെന്ന് വെച്ചാൽ അതിങ്ങനെ വായിച്ച് ടൈം കളയാനില്ല, അതുകൊണ്ടാട്ടോ. നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ്. പിന്നെ ഞാൻ അറിയാത്ത കാര്യം ഇങ്ങനെ വലിച്ചു നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് ഓപ്പണായിട്ടാണ് പറഞ്ഞാൽ ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഡിഫറൻസ് പോയിന്റ്. ദ ഇൻഡിഫറൻസ് പോയിന്റ് ഈസ് ദി എമൗണ്ട് ഓർ ലെവൽ ഓഫ് EBIT ഇൻ വിച്ച് ഓൾ ഫിനാൻസിങ് പ്ലാൻസ് വുഡ് ബ്രിങ് ഇൻ ദ സെയിം EPS. അതായത് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാനുകൾ ഉണ്ടെങ്കിൽ എല്ലാ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാനുകളെയും EPS സെയിം ആയിട്ട് ഇരിക്കുക. അതിനാണ് എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ ടു ആൾട്ടർനേറ്റ് ഫിനാൻഷ്യൽ പ്ലാൻസ്. അതായത് ആ ടു ആൾട്ടർനേറ്റീവ്സ് തമ്മിൽ ഒരു ഡിഫറൻസും ഉണ്ടാവാൻ പാടില്ല. അതിനാണ് എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. മേ ബി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ബ്രാക്കറ്റിലിട്ട് അവർ എഴുതി ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് EBIT-EPS അനാലിസിസ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. EBIT-EPS അനാലിസിസ് helps a firm in determining optimum financial planning having highest EPS. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് EBIT-EPS ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇറ്റ് ഹെൽപ്സ് ടു ചൂസ് ദ ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ. അതായത് ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് EBIT-EPS അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റേറ്റീവ് അനാലിസിസ്. EBIT-EPS അനാലിസിസ് ഈസ് യൂസ്ഫുൾ ഇൻ ഇവാലുവേറ്റിംഗ് ദ റിലേറ്റീവ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്റ്റ് ലൈൻസ്, മാർക്കറ്റ്. അതായത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ലൈന്, മാർക്കറ്റ് തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പാരിറ്റീവ് ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ. ദിസ് അനാലിസിസ് ഈസ് യൂസ്ഫുൾ ഇൻ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് വാരിയസ് സോഴ്സ് ഓഫ് ഫണ്ട്സ്. അതായത് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ടിനെ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ്ഫുൾ ആണ്. ദിസ് അനാലിസിസ് യൂസ്ഫുൾ ആണ്. പിന്നെ ഡിറ്റർമൈനിങ് ഒപ്റ്റിമം മിക്സ്. ഈ ഒപ്റ്റിമം മിക്സ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റിനെയാണ് ഒപ്റ്റിമം മിക്സ് എന്ന് പറയുന്നത്. EBIT-EPS അനാലിസിസ് ഹെൽപ്പ് ഇൻ സെലക്ടിങ് ദ ഒപ്റ്റിമം മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദി എക്സ്പെക്റ്റഡ് EBIT മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി ഈസ് ഏബിൾ ടു ഡിറ്റർമൈൻ ദി ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർ മാക്സിമൈസിങ് EPS. അതായത് EPS മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് അത് പറയുന്നത്.
നെക്സ്റ്റ് പറയുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് EBA-TPS അനാലിസിസ്. നമ്മൾ വിചാരിക്കും ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് അഡ്വാൻറ്റേജസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ല എന്നുള്ളത്. പക്ഷേ അതായിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. സോ എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസും ഇമ്പോർട്ടൻസ് ഒക്കെ പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ലിമിറ്റേഷൻസ്. റിസ്ക് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. EBA-TPS അനാലിസിസ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു ദ അക്കൗണ്ട് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഡെപ്റ്റ് ഫിനാൻസിങ്. അതായത് ഡെപ്റ്റ് ഫിനാൻസിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിസ്ക് വരെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് കോംപ്ലക്സിറ്റി. ദ മോർ ആൾട്ടർനേറ്റീവ് ഫിനാൻസിങ് പ്ലാൻ കൺസിഡർ ദ ഹയർ ദി കോംപ്ലക്സിറ്റി ഓഫ് ദി കാൽക്കുലേഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിനാൻസിങ് പ്ലാനുകൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി ആവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും. ഓക്കെ, പിന്നെ കോൺട്രാഡിക്ടറി റിസൾട്ട്. ഇറ്റ് ഗിവ്സ് കോൺട്രാഡിക്ടറി റിസൾട്ട് അണ്ടർ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് ഫിനാൻസിങ് പ്ലാൻസ് ന്യൂ ഇക്വിറ്റി ഷെയർസ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതായത് റിസൾട്ട് അവിടെ കോൺട്രാഡിക്ടറി റിസൾട്ട് ആവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? അണ്ടർ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് ഫിനാൻഷ്യൽ പ്ലാനുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ദിസ് അനാലിസിസ് കനോട്ട് ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ ഓഫ് എ ഫേം. ഇത് ഈ അനാലിസിസ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നില്ല? ഒരു ഫേമിൻ്റെ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ത് ചെയ്യുന്നവർ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. നോട്ട് ദി ബെസ്റ്റ് ആൻഡ് കറക്റ്റ് ടൂൾ. അതായത് നമുക്ക് ഈ ഫിനാൻഷ്യൽ ആ ഒരു ഇതുണ്ടല്ലോ, നോട്ട് ദി ബെസ്റ്റ് ആൻഡ് കൺട്രോൾ ടൂൾ. അതായത് EBA-TPS അപ്രോച്ച് ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും ഒരു കറക്റ്റ് ആൻഡ് ബെസ്റ്റ് ടൂളാണെന്ന് പറയാൻ കഴിയത്തില്ല. അതാ പറഞ്ഞത് EBA-TPS അപ്രോച്ച് മെ നോട്ട് ബി ദ ബെസ്റ്റ് ആൻഡ് കറക്റ്റ് ടൂൾ ഫോർ മേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡസ് നോട്ട് കൺട്രോൾ കോസ്റ്റ് ആൻഡ് ലിമിറ്റ് റിസ്ക്. അതായത് EBA-TPS അപ്രോച്ച് ഫോക്കസ് ഓൺ മാക്സിമൈസ് EPS റൈദർ ദാൻ കൺട്രോളിംഗ് കോസ്റ്റ് ആൻഡ് ലിമിറ്റിംഗ് റിസ്ക്. അതായത് EBA-TPS എന്ന് പറഞ്ഞ അപ്രോച്ച് എന്താ ഫോക്കസ് ചെയ്യുന്നത്? EPS മാക്സിമൈസ് ചെയ്യാനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും റിസ്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയുന്നില്ല. അതാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് 2 ലിവറേജും കൂടിയുള്ളത്, ഒന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജും പിന്നെ വേറെ ഇതൊന്നും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിവറേജ് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. മേ ബി വീഡിയോ ലെങ്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ പിന്നെ ഈ ചാപ്റ്റർ അങ്ങ് തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു 2 പോയിന്റും കൂടെ ഈ ചാപ്റ്ററിൽ പറയാനുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. എ ഫേംസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ചേഞ്ചസ് ഓവർ ടൈം ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ്. അതായത് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. മേ ബി ഇപ്പോൾ ഒരു കുടയുടെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ല ബിസിനസ് ആയിരിക്കും, വേനൽക്കാലം ആകുമ്പോൾ അത് കുറയും. ഇനിയിപ്പോൾ ബാഗിൻ്റെ ഒക്കെ സീസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ കോളേജ് ഓപ്പൺ ആവുന്ന ടൈമിൽ ബാഗിനൊക്കെ നല്ല ഡിമാൻഡ് കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള ബിസിനസ്സിനൊക്കെ കൂടുതൽ പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്യാൻ കഴിയും. പക്ഷേ അതെല്ലാം അങ്ങനത്തെ ഒരു സീസൺ അല്ല എന്നുണ്ടെങ്കിൽ ബാഗിനൊന്നും വലിയ ഡിമാൻഡൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോഫിറ്റ് കുറവായിരിക്കുകയും ചെയ്യും. അതാണ് അത് പറയുന്നത്. ഫേംസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ചേഞ്ചസ് ഓവർ ടൈം ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ്. ഇമ്പോർട്ടൻറ്റ് റീസൺസ് ആർ ചേഞ്ചസ് ഇൻ സെയിൽസ്, ചേഞ്ചസ് ഇൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് മെയിനായിട്ട് പ്രോഫിറ്റ് ചേഞ്ചസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് സെയിൽസിൻ്റെ ഡിഫറൻസ്, അതായത് മേ ബി സെയിൽസ് കൂടുന്നത് അല്ലെങ്കിൽ സെയിൽസ് കുറയുന്നത്. പിന്നെ ചേഞ്ചസ് ഇൻ കോസ്റ്റ്, ചിലപ്പോൾ കോസ്റ്റ് കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ചിലപ്പോൾ കൂടി കിട്ടുന്നില്ല, കോസ്റ്റ് കൂടി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറഞ്ഞെന്ന് വരും, അങ്ങനത്തെ. പിന്നെ എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയുടെ കൂടുതൽ കുറവ്, അതൊക്കെ. ജനറലി മോസ്റ്റ് ഓഫ് ദി വേരിയേഷൻസ് ഇൻ EBIT കംസ് അബൌട്ട് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ സെയിൽസ്. മിക്കപ്പോഴും നമുക്ക് പ്രോഫിറ്റിൽ ചേഞ്ച് വരാനുള്ള കാരണം എന്താ പറയുന്നത്? സെയിൽസിൻ്റെ കുറവ് കൊണ്ടായിരിക്കും മിക്കപ്പോഴും എന്ത് വരിക, പ്രോഫിറ്റിൽ വേരിയേഷൻസ് വരിക. അനദർ റീസൺ ഫോർ ചേഞ്ചസ് ഇൻ EBIT ഈസ് ചേഞ്ചസ് ഇൻ കോസ്റ്റ് സ്ട്രക്ചർ. ചിലപ്പോൾ ചിലവ് കൂടുതൽ ചിലവ് കുറവ്, അതായത് ഒരു യൂണിറ്റിൻ്റെ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ ചിലവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മേ ബി പ്രോഫിറ്റ് കുറഞ്ഞെന്ന് വരാം. അതല്ല കൂടിക്കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനത്തെ ഒരു കൂടിക്കഴിഞ്ഞാൽ മേ ബി എന്ത് ചെയ്യാം, പ്രോഫിറ്റ് കുറഞ്ഞെന്ന് വരാം. ഇനി അതല്ല കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂടിയെന്ന് വരാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരാം. എന്തിൻ്റെ കേസിൽ? കോസ്റ്റിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്നാണ്. കോസ്റ്റിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. വേരിയബിൾ കോസ്റ്റ് ആർ ദസ് കോസ്റ്റ് വിച്ച് വേരി അക്കോർഡിംഗ് ടു ചേഞ്ചസ് ഇൻ സെയിൽ. വേരിയബിൾ കോസ്റ്റ് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ്, അതായത് കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാക്കും. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സെയിൽസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടൊക്കെ കോസ്റ്റിൽ ഡിഫറൻറ്റ് വരും. അതായത് സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും, സെയിൽസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും, കോസ്റ്റ് കുറയും. പ്രൊഡക്ഷൻ കൂടിയാൽ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറഞ്ഞാൽ കോസ്റ്റ് കുറയും. അതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ. ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ്, സെയിൽസ് കമ്മീഷൻ എക്സെട്ര ആർ എക്സാമ്പിൾ. ഫിക്സഡ് കോസ്റ്റ് ആർ ദസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ചസ് ഇൻ സെയിൽസ് ചേഞ്ചസ്. അതായത് ഫിക്സഡ് കോസ്റ്റ് അങ്ങനത്തെ കോസ്റ്റുകൾ സെയിൽസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അവരുടെ കോസ്റ്റ് ഉണ്ടാവത്തില്ല, ചേഞ്ച് ആവത്തില്ല. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിളാണ് നമ്മുടെ ഈ റെൻറ്റ് കൊടുക്കുന്നത്, പിന്നെ ഡിപ്രീസിയേഷൻ, പിന്നെ സാലറി, അതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ മന്തിൽ നമ്മൾ കൊടുത്ത സാലറി ആയിരിക്കും നെക്സ്റ്റ് മന്ത് അവർക്ക് കൊടുക്കുക. അതല്ല അതിന് മുന്നേയുള്ള മാസങ്ങളിൽ നമ്മൾ സെയിം സാലറി ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റെൻറ്റ് കൊടുക്കുകയാണെങ്കിലും ഇതിന് മുന്നേയുള്ള മാസവും ഈ മാസം ബോണ മാസം നമ്മൾ കൊടുക്കുന്നതിൽ എന്തായിരിക്കും, സെയിം എമൗണ്ട് തന്നെയായിരിക്കും. അതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ. റെൻറ്റ്, സാലറീസ്, ഡിപ്രീസിയേഷൻ, യൂട്ടിലിറ്റീസ് ആർ എക്സാമ്പിൾസ്. വെദർ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്, ഫിക്സഡ് എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ് വിൽ ഹാവ് ടു ഇൻക്ലൂഡ്. അതായത്
പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും ഫിക്സഡ് എമൗണ്ട് എന്തായിരിക്കും, ഫിക്സഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ ഫേംസ് കോസ്റ്റ് സ്ട്രക്ചർ ഈസ് മിക്സ് ഓഫ് ദി ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ഫേമിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു മിക്സ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. എനിവേ നമുക്ക് വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്ക് അതിലോട്ട് നോക്കാം. ഓക്കെ, പ്രസൻസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രസൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് മെഷർ ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഫിക്സഡ് കോസ്റ്റ് യൂസ്ഡ് ഓപ്പറേറ്റിംഗ് ദി ഫേം. ഇൻ ദ ഫിക്സഡ് കോസ്റ്റ് ആർ മോർ ആസ് കമ്പയർഡ് ടു വേരിയബിൾ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് വിൽ ബി ഹൈ. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഓപ്പറേഷൻസ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോൾ അവിടെ എത്രത്തോളം നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻസിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷർ ദ ചേഞ്ചസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ചേഞ്ചസ് ഇൻ സെയിൽസ്. അപ്പോൾ ഈ ഒരു ഇത് മീനിങ് എല്ലാവരും പഠിച്ച് വെക്കുക കേട്ടോ. പ്രോസസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഷോർട്ട് തന്നെയാണ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT, കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, EBIT ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് കോളേജിൽ നിന്ന് വേറെ ഇക്വേഷൻസ് വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ഇനി ഞാൻ എന്തായാലും പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, പ്രോബ്ലം ഡിസ്കസ് ചെയ്താൽ കുറേ ടൈം അങ്ങനെ അങ്ങ് പോകും. എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. നിങ്ങളുടെ BBAക്കാരുടെ Bcom ആണ് ഞാൻ പൊളിച്ചേനെ അറിയാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് പ്ലാനിങ്, അതായത് ഓയിൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആൻഡ് ലോങ് ടേം പ്രോഫിറ്റ് പ്ലാനിങ്. ഈ ഓയിൽ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് കേട്ടോ. അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഡിസിഷൻസിലും അതുപോലെ തന്നെ ലോങ് ടേം പ്രോഫിറ്റ് പ്ലാനിങ്ങിലൊക്കെ ഈ ഓയിലിന്, അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്, അതായത് ഓയിൽ ഇൻഫ്ലുവൻസ് ദ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഓർ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. Oil shows the effect of changes in sales of operating profit. Operating income is the basis for decision about the capacity of the firm to bear the burden of payment of interest on debts and payment of certain portion of debts. Thus, oil influence the debt equity mix of capital structure planning. ആ ലാസ്റ്റ് ലൈൻ മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് പറയുന്നതാണ് റിസ്ക് അനാലിസിസ്. റിസ്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് റിസ്ക് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അത് പറയുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോവേ. നമുക്ക് നോക്കാം ആദ്യം ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇറ്റ് മാഗ്നിഫൈസ് എഫക്ട് ഓൺ ചേഞ്ചസ് ഇൻ സെയിൽസ് വോളിയം ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് ഇതെന്താ പറയുന്നത് വെച്ചാൽ സെയിൽസ് വോളിയത്തിൽ വന്ന ചേഞ്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്തു, അതാണ് ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത്. ഇറ്റ് മാഗ്നിഫൈ ദ എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓൺ EPS. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വന്നത് EPSൽ എങ്ങനെ ചേഞ്ച് ആയെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും അതുപോലെ തന്നെ സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് റിലേറ്റ് ടു ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അതായത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എഴുതുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് അപ്പോൾ എവിടെയായിരിക്കും എഴുതുക, ഇറ്റ് റിലേറ്റ് ടു ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും എഴുതുക. പിന്നെ ഇറ്റ് ഇൻഫ്ലുവൻസ് EBIT, അതായത് EBITനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് എഫക്ട് EAT, ഇത് EATനെ എഫക്ട് ചെയ്യുന്നുണ്ട്. എഫക്ട് എന്ന് പറയുമ്പോൾ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്തുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളതാണത്. പിന്നെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ലിവറേജ് ആണ്, ഇറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ലിവറേജ് ആണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ബിസിനസ് റിസ്ക് ഓഫ് ദി ഫേം. അതായത് ഒരു ഫേമിൻ്റെ എത്രത്തോളം ബിസിനസ് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഇത് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി ഫേം. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും കാണാണ്ട് പഠിക്കണം കേട്ടോ, കാരണം 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്, പഠിക്കേണ്ട പോകരുത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് ലിവറേജ്. അതായത് നമ്മൾ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, പിന്നെ കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് ലിവറേജ്. ഇത് ലാസ്റ്റത്തെയാണ്. അപ്പോൾ ഞാൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യില്ല, എന്നാലും തിയറിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ലിവറേജ് റിഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെയും ഫിനാൻഷ്യൽ ലിവറേജിൻ്റെയും കോമ്പിനേഷനെയാണ് എന്ത് പറയുന്നത്, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് ടാക്സബിൾ ഇൻകം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടോട്ടൽ ഓർ ഓവറോൾ ലിവറേജ്. അതായത് ഈ കോമ്പൈൻഡ് ലിവറേജിൻ്റെ മറ്റൊരു പേരാണ് ടോട്ടൽ ഓർ ഓവറോൾ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി വാട്ട് ഈസ് ഓവറോൾ ലിവറേജ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്, എനിക്കറിയില്ല. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് കോമ്പൈൻഡ് ലിവറേജ്. പ്രോപ്പർ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേഷൻ ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് ഫോർ കമ്പനീസ് ഗ്രോത്ത്. കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എ കമ്പനി ഷുഡ് ട്രൈ ടു ഹാവ് ബാലൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇതിനെ ഓപ്പറേറ്റിംഗ് ലിവറേജിനും ഫിനാൻഷ്യൽ ലിവറേജിനും ഇതിന് ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. കോമ്പൈൻഡ് ലിവറേജ് ആബിൾ ടു നോ ദ ഓവറോൾ റിസ്ക് അസ്യൂംഡ് ബൈ എ ഫേം. അതായത് കോമ്പൈൻഡ് ലിവറേജ് എന്ത് ചെയ്യുന്നുണ്ട്,
ഒരു ഫേമിൻ്റെ എല്ലാ റിസ്കുകളും ഓവറോൾ റിസ്ക് ഓഫ് ഒരു ഫേമിൻ്റെ ഓവറോൾ റിസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എനാബിൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇറ്റ് റിഫ്ലെക്ട്സ് എ കോമ്പൈൻഡ് എഫക്ട് ഓഫ് ഓപ്പറേറ്റിംഗ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് ഓൺ ദി EPS. ഇറ്റ് ക്യാൻ വർക്ക് ബോത്ത് ഡയറക്ഷൻസ്. ഇത് രണ്ടിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഇറ്റ് സെയിൽസ് ഇൻക്രീസസ് EPS വിൽ ഓൾസോ ഇൻക്രീസ്. അതായത് സെയിൽസ് ഇൻക്രീസ് ആകുമ്പോൾ EPS എന്ത് ചെയ്യും, ഓൾസോ ഇൻക്രീസ് ആകും. ദിസ് ഈസ് എ ഫേവറബിൾ സിറ്റുവേഷൻ. ഇതെന്താണ്, ഒരു കോമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ആണ്. സെയിൽസ് ഡിക്രീസസ് EPL വിൽ ഓൾസോ ഡിക്രീസസ്. ദിസ് ഈസ് ആൻ അൺഫേവറബിൾ സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പഠിച്ചു പോകാം. മേ ബി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, കാരണം പോയിന്റ് ആയിട്ടല്ലോ കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കുക, പിന്നെ ഇത് നന്നായിട്ട് നോക്കുക, പിന്നെ ബാക്കിയുള്ളതും ഞാൻ എടുത്തു തന്നിട്ടുള്ള തിയറി ഉള്ളതും നന്നായിട്ട് ഡിസ്പ്ലിൻ ചെയ്ത് നന്നായിട്ട് നോക്കുക. പിന്നെ എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്, എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, പിന്നെ എന്താണ് EPS അനാലിസിസ്, അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ നോക്കുക കേട്ടോ. ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററായിട്ട് നമുക്ക് വേഗം കാണാം. താങ്ക് യു.